പാണക്കാട് മുനവറലി ശിഹാബ് തങ്ങളാണ് ഈദ് ദിനത്തിൽ നമ്മോടൊപ്പം ചേരുന്നത്. ഈദ് ആശംസകൾ. എന്താണ് ഇന്നത്തെ ഈദ് സന്ദേശം? കഴിഞ്ഞ ഒരു മാസക്കാലം വിശ്വാസികൾ അള്ളാഹുലേക്ക് അടുത്തുകൊണ്ട് പാപമോചനത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുമായിരുന്നു. അതിനൊരുപാട് കഷ്ടപ്പാടുകൾ, ഭക്ഷണം നിയന്ത്രിച്ച്, ഉറക്കം നിയന്ത്രിച്ച് അള്ളാഹുലേക്ക് എത്തിച്ചേരാനുള്ള ഒരു വലിയ വ്യഗ്രത വിശ്വാസികൾക്കുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പരിസമാപ്തി എന്നോണമാണ് ഈ ഒരു പെരുന്നാൾ എന്നുള്ളത്. ആ ഒരു സഹനത്തിൻ്റെ ഒരു പരിസമാപ്തി എന്ന നിലക്ക് അതിൻ്റെ പൂർത്തീകരണം, ആത്മീയമായി സംസ്കരണത്തിൻ്റെ ഒരു പൂർത്തീകരണം കൂടിയാണ് ഈ ഒരു പരിശുദ്ധമായ പെരുന്നാൾ ദിവസം. ഇത് വിശ്വാസികൾ ആഘോഷിക്കേണ്ട ഒന്നാണ്. ഈ ഒരു ദിവസത്തിൽ നോമ്പ് നോക്കുക എന്നുള്ളത് നിഷിദ്ധമാണ്. എല്ലാവരും സന്തോഷിക്കുക, എല്ലാവരും സുഭിഷ്ടമായി ഭക്ഷണം കഴിക്കുക, ആരും അന്ന് പട്ടിണി കിടക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് ഈദുൽ ഫിത്തർ എന്നുള്ള ഒരു വാക്ക് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഫിത്തർ എന്ന് പറയുമ്പോൾ ശരീരത്തിനുള്ള സക്കാത്ത്. ഇപ്പോൾ ഓരോ വ്യക്തിയും ആ ശരീരത്തിനനുസരിച്ചുകൊണ്ട് അവൻ്റെ ശരീരത്തെ സംസ്കരിക്കാനും മനസ്സിനെ സംസ്കരിക്കാനും തൻ്റെ സഹജീവികൾ, തൻ്റെ കൂടെയുള്ള തൻ്റെ പരിസരത്തുള്ള ആളുകൾ അവരാരും ഒന്ന് പട്ടിണി കിടക്കരുത് എന്നുള്ള ഒരു വലിയ പ്രഖ്യാപനം അന്ന് ഇതിലൂടെ നടത്തപ്പെടുകയാണ്. ഇതിലൂടെ നമ്മൾ അവർക്ക് ഭക്ഷണം കൊടുക്കുക, ധാന്യം കൊടുക്കുക, അവർക്ക് സന്തോഷം കൊടുക്കുക, അവർക്ക് പുഞ്ചിരി കൊടുക്കുക. അങ്ങനെ ഒരു ചേർത്ത് പിടിക്കലിൻ്റെ ഒരു ആഘോഷമാണ് പെരുന്നാൾ ആഘോഷം. മറ്റു ആഘോഷങ്ങൾക്ക് അപ്പുറത്തേക്ക് ചേർത്ത് പിടിക്കലിൻ്റെയും ആത്മീയതയുടെയും അധ്യാത്മികതയും ആഘോഷമായി പെരുന്നാൾ ദിവസം മാറുകയാണ്. പെരുന്നാൾ സംഗമങ്ങളുടെയാണല്ലോ. ഇപ്പോൾ അങ്ങയുടെ തന്നെ കുടുംബാംഗങ്ങളെല്ലാം ഒരിടത്തേക്ക് എത്തുന്നു, കുട്ടികളും എല്ലാവരും ഒരുമിച്ചിരിക്കുന്നു. അങ്ങയുടെ ബാല്യകാലത്ത് എങ്ങനെയായിരുന്നു ഈ പെരുന്നാളിൻ്റെ ഓർമ്മ? തീർച്ചയായും ബാല്യകാലം പിതാവിനെ നമുക്ക് കുട്ടികൾക്കും നാട്ടുകാർക്കും കിട്ടുന്ന ദിവസമാണ് പെരുന്നാൾ ദിവസം. അന്ന് വാപ്പ ഇവിടെ കൈപ്പിടിച്ച് പള്ളിയിൽ പോവുകയും തിരിച്ച് ഓരോ ദിവസം ഓരോ വീടുകളിലേക്ക് എത്തുകയും, അപ്പോൾ അന്ന് ഒരു വലിയ സന്തോഷം എന്നുള്ളത് നമ്മളെ വാപ്പയുടെ സമശേഷരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അവർ വളരെ ഇൻഫോർമലായി അദ്ദേഹത്തെ വന്ന് കാണുകയും അദ്ദേഹത്തോട് പഴയ കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നൊരു ദിവസമാണ്. അപ്പോൾ അന്ന് വാപ്പ തമാശ പറയുന്ന ദിവസം, അന്നത്തെ കുട്ടിക്കാലത്തെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അന്ന് അവരുടെ സുഹൃത്തുക്കളുടെ അന്ന് ചെറുപ്പകാലത്തുണ്ടായ സംഭവങ്ങളൊക്കെ ഓർമ്മിച്ചുകൊണ്ട് അദ്ദേഹം നടത്തുന്ന ഒരുപാട് നർമ്മങ്ങൾ നിറഞ്ഞ ഒരുപാട് സംസാരങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. മാത്രമല്ല കുടുംബത്തിലെ പുതിയ പുതിയ കുട്ടികളെ കാണുമ്പോൾ അവരെ കൂടുതൽ അടുക്കാനും അവരെ സ്നേഹിക്കാനും കുടുംബങ്ങൾ പറഞ്ഞു കൊടുക്കാനൊക്കെ ആ ഒരു ദിവസം നമുക്കേറെ ഉപകാരപ്രദമാണ്. അപ്പോൾ കുടുംബങ്ങളെ കൂടുതൽ അടുത്തറിയാനും നമ്മളൊക്കെ തിരക്കുള്ള ആളുകളാണ്. അപ്പോൾ ഇങ്ങനത്തെ ദിവസങ്ങൾ അപൂർവമായാണ് നമുക്ക് ഒരുമിച്ച് കൂടാൻ സാധിക്കുക. ആ ദിവസം നമ്മൾ മാക്സിമം നമ്മളുള്ള ആ സൗഹൃദം. യാത്രകളുണ്ടോ അതോ കുടുംബത്തോടൊപ്പം? ഇന്ന് ഞങ്ങൾ ഒരുമിച്ചൊരു വീട്ടിൽ, പണക്കാടല്ല, പുറത്തൊരു വീട്ടിൽ ഒരുമിച്ച് ഇന്ന് ലഞ്ച് കഴിക്കാനുള്ള പ്ലാനാണ്. അത് കഴിഞ്ഞാൽ പിരിയും. ഈ ലഹരിക്കെതിരായ പോരാട്ടം നമ്മളെല്ലാം നടത്തുന്ന ഒരു കാലം കൂടിയാണുള്ളത്. അതിൻ്റെ ഒരു സന്ദേശം കൂടി പങ്കുവെച്ചത്. തീർച്ചയായും ഇന്ന് കേരള ജനത അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു സാമൂഹിക വിപത്ത് ലഹരി തന്നെയാണ്. അത് ഒരു വ്യക്തികളിൽ മാത്രം ഒതുങ്ങുന്നില്ല, അത് സമൂഹത്തിലൂടെ ബാധിക്കുകയാണ്. അത് മരണക്കണിയിലേക്ക് ആളുകളെ എത്തിക്കുകയാണ്. അച്ഛനാരാണോ അമ്മയാരാണോ ഒന്നും തന്നെ അറിയാതെ മനസ്സ് മരവിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ നമുക്ക് സാംസ്കാരികപരമായ ഒരു വലിയ അധപ്പതനം ഈ ഒരു ലഹരി ഉപയോഗിച്ചിട്ട് വന്നിരിക്കുന്ന സമയത്ത് അതിനെതിരെ ശക്തമായ പോരാട്ടം നടത്തുക എന്നുള്ളത് സാമൂഹികപരമായ ഉത്തരവാദിത്വം കൂടിയാണ്. ഈ ഒരു പരിശുദ്ധമായ ഈ റമദാൻ മാസത്തിൽ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെയായിരുന്നു. എല്ലാ ഇഫ്താർ പാർട്ടികളിലും ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടമായിരുന്നു. അത് നമ്മൾ തുടരുക തന്നെ ചെയ്യും. ഈ പെരുന്നാൾ ദിവസത്തിലും ഈ ഒരു സന്ദേശം തന്നെയാണ് നമുക്ക് നൽകാനുള്ളത്. മുനവറലി ശിഹാബ് തങ്ങളാണ് പെരുന്നാൾ സന്ദേശവും ലഹരിക്കെതിരായ സന്ദേശവും അദ്ദേഹത്തിൻ്റെ പെരുന്നാൾ ഓർമ്മകളൊക്കെ പങ്കുവച്ചത്. അഖിൽ ഒട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, News 18.